ആൻഡ് ടിപ്പ് നമ്പർ 1 ലൂപ്പിംഗ്. ഞാൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ വോൾ കോമ്പോസിഷൻ്റെ ലെങ്ത് വന്നിട്ട് ഡ്യൂറേഷൻ വന്നിട്ട് ഒരു 55 സെക്കൻഡ്സ് ആണ്. ബട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ 15 സെക്കൻഡ്സേ ഉള്ളൂ. ആൻഡ് എനിക്കിത് ഫുള്ള് വേണമെങ്കിൽ നമ്മൾ നോർമലി ചെയ്യാറ് വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ദെൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും, വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ നമ്മുടെ ഫുൾ ഡ്യൂറേഷനിൽ ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഉണ്ട്. ബട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോസ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ പ്രൊജക്റ്റിലേക്ക് പോയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം. ഇവിടെ പ്രൊജക്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം, ദെൻ റൈറ്റ് ക്ലിക്ക്, ഇന്റർപ്രറ്റ് ഫൂട്ടേജ്. അവിടെ നമുക്ക് മെയിൻ ഓപ്ഷൻ ഉണ്ട്, Ctrl+Alt+G ആണ് ഷോർട്ട് കട്ട്, അത് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് താഴെ ലൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര ടൈംസ് ലൂപ്പ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഒരു 5 കൊടുക്കുവാണ്, ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. ദെൻ നമുക്കിവിടെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഇവിടെ ഒരു ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ കോമ്പോസിഷൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. എനിക്കിത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന് മൂന്നിനും പൊസിഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പൊസിഷൻ പ്രോപ്പർട്ടിയിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ മൂവ് ചെയ്താൽ ഫുൾ ആനിമേഷൻ തെറ്റിപ്പോവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതെല്ലാം പ്രീകോംബ് ചെയ്യാം, Ctrl+Shift+C, എന്നിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ബട്ട് എനിക്ക് പ്രീകോംബ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലാതെ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പുതിയ നള്ള് ക്രിയേറ്റ് ചെയ്യുവാണ്, Ctrl+Shift+Alt+Y. നൾ ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് 3 സർക്കിളും സെലക്ട് ചെയ്തിട്ട് നമുക്ക് നള്ളിലേക്ക് പേരൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് നൾ ലെയർ സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. സ്കെയിൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ സ്കെയിൽ ഡിക്രീസ് ചെയ്യാം. ഞാൻ പൊസിഷൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നള്ളിൻ്റെ ആവശ്യമില്ല, സോ നള്ള് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രീകോംബ് ചെയ്യാതെ ലേയേഴ്സിൻ്റെ പൊസിഷൻ, സ്കെയിൽ കാര്യങ്ങളെല്ലാം നള്ള് യൂസ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും വിത്തൗട്ട് ഹാമിങ് ദ ആനിമേഷൻസ്. ആൻഡ് ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയറിൽ 2 എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രോപ്പ് ഷാഡോ എഫക്റ്റും ടിൻറ്റ് എഫക്റ്റും. എനിക്ക് ഈ 2 എഫക്ട്സും മറ്റ് 2 ലെയേഴ്സിലേക്കും കോപ്പി ചെയ്യണമെങ്കിൽ ഞാൻ ഈ 2 എഫക്റ്റും സെലക്ട് ചെയ്യുവാണ്, ദെൻ Ctrl+C, എന്നിട്ട് പേസ്റ്റ് ചെയ്യേണ്ട 2 ലെയേഴ്സ് സെലക്ട് ചെയ്യുവാണ്, ദെൻ Ctrl+V. ആൻഡ് ആ എഫക്ട്സ് എല്ലാം ബാക്കി 2 ലെയേഴ്സിലും വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ C1 ലെയറിൽ വന്നിട്ട് ഇവിടെ ടിൻറ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്, ഒരു റെഡിലേക്ക് ആക്കുവാണ്. ദെൻ ഇവിടെ ഒപ്പാസിറ്റി, ഡ്രോപ്പ് ഷാഡോയുടെ ഒപ്പാസിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഞാൻ ഇവിടെ വരുത്തിയ ചേഞ്ചസ് ഒന്നും ബാക്കി 2 ലെയറിനെയും അഫക്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് നമ്മളിവിടെ വരുത്തുന്ന ചേഞ്ചസ് ഒക്കെ ബാക്കി 2 ലെയേഴ്സിനെയും അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ C2 ലെയറിലെയും C1 ലെയറിലെയും പ്രോപ്പർട്ടീസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. ഇനി ഞാൻ ഇവിടെ C1 ലെയർ സെലക്ട് ചെയ്യുവാണ്, ദെൻ ടിൻറ്റും ഡ്രോപ്പ് ഷാഡോയും സെലക്ട് ചെയ്യുവാണ്. ഇനി നമ്മൾ കോപ്പി ചെയ്യുന്നതിന് പകരം ഇവിടെ എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോപ്പി വിത്ത് പ്രോപ്പർട്ടി ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+Alt+C ആണ് ഷോർട്ട് കട്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതെല്ലാം ലെയറിലാണോ എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് ആ 2 ലെയർ സെലക്ട് ചെയ്യുവാണ്, ദെൻ Ctrl+V യൂസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇവിടെ C1 ലെയറിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ബാക്കി 2 ലെയേഴ്സിനെയും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്കിവിടെ ഡ്രോപ്പ് ഷാഡോയുടെ ഓപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് ബാക്കി 2 ലെയേഴ്സിലും അതേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കളർ ഒന്നുകൂടെ മാറ്റുവാണ്. ആൻഡ് അതേ ചേഞ്ചസ് ബാക്കി 2 ലെയറിലും വന്നിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, സോ അതൊന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യണം. ആൻഡ് എൻ്റെ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 10th ഫ്രെയിമിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ 10th ഫ്രെയിം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പേജ് ഡൗൺ പ്രസ് ചെയ്യുവാണ്. 1 2 3 4 5 6 7 8 9 10. സോ നമ്മളിപ്പോൾ 10th ഫ്രെയിമിലാണുള്ളത്. ആൻഡ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. പേജ് ഡൗണും പേജ് അപ്പും ഒക്കെ യൂസ് ചെയ്ത് ഫ്രെയിംസ് മുമ്പോട്ടും പുറകോട്ടും മാറ്റി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇതിനൊരു ഈസി വേ ഉണ്ട്. നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുവാണെങ്കിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ടൈമാണ്. നമ്മളിവിടെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഫ്രെയിംസ് കാണിക്കും. നമ്മളിപ്പോൾ 10th ഫ്രെയിമിലാണുള്ളത്. നമ്മളിവിടെ പ്ലേ ഹെഡ് മുമ്പോട്ട് മാറ്റുവാണെങ്കിൽ ഇവിടെ ഫ്രെയിംസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് 94th ഫ്രെയിമിലാണുള്ളത്. ആൻഡ് എനിക്ക് ഇവിടുന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് 138th ഫ്രെയിമിലാണ്. എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്ക് 15th ഫ്രെയിമിലേക്ക് പോകണമെങ്കിൽ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് 15 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 15th ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫ്രെയിംസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ബാക്ക് ടു ടൈമിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ടൈമാണ് കാണിക്കുന്നത് 15 സെക്കൻഡ്. ആൻഡ് ഈ കോമ്പോസിഷനിൽ കുറേ ലെയേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് ലെയേഴ്സ് സെലക്ട് ചെയ്യുവാണ്. 1 2 3 4 5. ഞാൻ ഇവിടെ 5 ലെയേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും സെലക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത ലെയേഴ്സ് ഡീസെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഇവിടെ ഇൻവേർട്ട് സെലക്ഷൻ കൊടുത്താൽ മതി. നമ്മൾ സെലക്ട് ചെയ്യാത്ത ബാക്കി എല്ലാ ലെയേഴ്സും സെലക്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ വലിയൊരു പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് കുറേ ലെയേഴ്സ് അടുപ്പിച്ച് സെലക്ട് ചെയ്യണം. ആ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യേണ്ടാത്ത ലെയേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്താൽ മതി.
ആൻഡ് എനിക്ക് ഇവിടെ ടൈം ലൈനിൽ കുറേ ലെയേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ലെയേഴ്സ് ഒന്നും എനിക്ക് ഇപ്പോൾ ആവശ്യമില്ല. കറൻ്റ് ഞാൻ ഒരു 2-3 ലെയേഴ്സിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് ആവശ്യമില്ലാത്ത ലെയേഴ്സൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സ്റ്റിൽ നമുക്ക് ഇവിടെ പ്രീവ്യൂ വിൻഡോയിൽ കാണിക്കും, ബട്ട് നമുക്ക് ടൈം ലൈനിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ നമ്മുടെ ടൈം ലൈൻ കുറച്ചുകൂടെ ക്ലീൻ ആക്കി വെക്കാനും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ആൻഡ് അങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷൈ ലെയേഴ്സ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെയേഴ്സ് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. സോ അതെനിക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ആ ലെയേഴ്സിനെല്ലാം നമ്മളിവിടെ ഷൈ ലെയേഴ്സ് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുവാണ് ആൻഡ് ഇവിടെ ഷൈ ലെയേഴ്സ് ഇനേബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടോപ്പ് സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് ഷൈ ലെയേഴ്സിൻ്റെ ഐക്കൺ ഉണ്ട്, ഹൈഡ് ചെയ്യാനുള്ള ഐക്കൺ. അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആൻഡ് നമ്മളിപ്പോൾ കൊടുത്ത ലെയേഴ്സ് എല്ലാം ഹൈഡ് ആയിട്ടുണ്ട്. ഹൈഡ് ആയിട്ടേ ഉള്ളൂ, ആക്ച്വലി ലെയേഴ്സ് ഉണ്ട്, നമ്മുടെ പ്രീവ്യൂ വിൻഡോയിൽ കാണിക്കുന്നുണ്ട്, ബട്ട് നമ്മൾ ടൈം ലൈനിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇവിടെ ഷൈ ലെയേഴ്സ് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ലെയേഴ്സ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഈ കോമ്പോസിഷനിൽ കുറേ ലെയേഴ്സ് ഉണ്ട് ആൻഡ് കുറേ പ്രീ കോമ്പോസിഷൻസ് ഉണ്ട്. ആൻഡ് ഞാനിപ്പോൾ ഏത് പ്രീ കോമ്പിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഏത് കോമ്പോസിഷനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മിനി ഫ്ലോ ചാർട്ട്. ആൻഡ് അത് ഇനേബിൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം കാണാം. ആൻഡ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു കോമ്പോസിഷനിലാണ് നമ്മൾ കറൻ്റ് നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇത്രയും പ്രീ കോമ്പോസിഷൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പോകണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പ്രീ കോമ്പിൻ്റെ അകത്തോട്ട് പോകും. ആൻഡ് ഇനി നമ്മൾ ടാബ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഡയഗ്രാം കിട്ടും. ആൻഡ് ഇവിടെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഫിലിമോറ പ്രൊമോഷൻ വീഡിയോ കോമ്പിലെ പ്രീ കോമ്പായ ക്രിയേറ്റീവ് ലട്ടിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് അതിൻ്റെ അപ്പുറത്ത് വേറെ പ്രീ കോമ്പും ഉണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ കോമ്പ്. നമ്മൾ ടാബ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കിട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എത്ര പ്രീ കോമ്പ് ഉണ്ട് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ബ്ലൂ ലൈൻ കാണിക്കും. അത് ഏത് പ്രീ കോമ്പിൽ നിന്നാണ് നമ്മൾ വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ബ്ലൂ ലൈൻ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ലോഡിങ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ട് ടാബ് പ്രസ് ചെയ്യുവാണെങ്കിൽ അതിന് നേരെ ആയിരിക്കും ആ ബ്ലൂ ലൈൻ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഈ പ്രീ കോമ്പാണ് നമ്മൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ആൻഡ് ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റിൽ ഒരു ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ബ്ലർ ഇഫക്റ്റ് എനിക്ക് ടെക്സ്റ്റിൻ്റെ കുറച്ച് പോർഷൻസിൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ എനിക്ക് നടുക്കുന്ന താഴോട്ട് മാത്രം മതി. സോ ഇഫക്റ്റ് എനിക്ക് മാസ്ക് ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യാറ് ഫസ്റ്റ് ഈ ലെയർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ടോപ്പ് ലെയറിൽ നിന്ന് നമുക്ക് എഫക്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും മാസ്കിംഗ് ടൂൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിനുള്ളിൽ എഫക്ട്സ് മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടോപ്പ് ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് മാസ്ക് കൂടെ ഡിലീറ്റ് ചെയ്യാം. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റ് വേണ്ടിടത്ത് മാത്രം ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കുവാണ്. ഓക്കെ, എനിക്ക് ഈ ഏരിയയിൽ മാത്രം എഫക്റ്റ് മതി. ഇനി നമുക്ക് ഈ ലെയർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എഫക്ട്സ് എല്ലാം കാണിക്കും. ഇപ്പോൾ ഞാൻ ബ്ലർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ആഡ് ചെയ്താൽ വേറെ എഫക്ട്സ് കാണിക്കും. എന്നിട്ട് നമുക്ക് ബ്ലർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് കോമ്പോസിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ പ്ലസ് സൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമുക്ക് ആ ഏരിയയിൽ മാത്രം എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യാം. മാസ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫെദർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫെദർ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഈസി ആയിട്ട് എഫക്ട്സ് ആഡ് ചെയ്തിട്ട് എഫക്ട്സ് മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഈ ആനിമേഷൻസിൻ്റെ കീ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്യണം വിത്തൗട്ട് ചേഞ്ചിങ് ദ പ്രപ്പോർഷൻസ് ചേഞ്ച് ചെയ്യാതെ എനിക്ക് കീ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് അറ്റത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുവാണ്. സോ ഇവിടെ പ്രപ്പോർഷൻസ് ചേഞ്ച് ആകാതെ നമുക്ക് കീ ഫ്രെയിംസ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, ദെൻ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. ആൻഡ് എനിക്കിവിടെ കുറേ ലെയേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ലെയേഴ്സ് എനിക്ക് സ്റ്റാഗർ ചെയ്യണം. മേ ബി ഒരു 5 ഫ്രെയിംസ് വെച്ചിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ടൈം മാറ്റിയിട്ട് ഫ്രെയിം ആക്കാം. കുറച്ച് മുമ്പ് കാണിച്ച പോലെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ നമുക്ക് 5 ഫ്രെയിംസ് മുമ്പോട്ട് പോകാം. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ബാക്കി ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് 5 ഫ്രെയിംസ് മുമ്പോട്ടായി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും 5 ഫ്രെയിംസ് മുമ്പോട്ട് പോകാം. എന്നിട്ട് ബാക്കി ലെയേഴ്സ് സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ നമുക്ക് ലെയേഴ്സ് സ്റ്റാഗർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ബട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാഗർ ചെയ്യാൻ വേണ്ടി പറ്റും വിത്തൗട്ട് യൂസിങ് എനി പ്ലഗിൻസ്. ഫസ്റ്റ് നമുക്ക് ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 ഫ്രെയിംസ് ആണ് വേണ്ടത്. സോ ഇവിടെ 5 ഫ്രെയിംസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കൊടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഞാൻ യൂസ് ചെയ്യുവാണ്. റൈറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ട്രിം ചെയ്യാം. ആൻഡ് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടും ട്രിം ചെയ്യാം. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ ഗോ ടു കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ദെൻ സീക്വൻസ് ലെയേഴ്സ്. ഇനി നമുക്ക് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് ലെയേഴ്സ് എല്ലാം സ്റ്റാഗർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് എനിക്കിവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്കിവിടെ ടോപ്പിൽ നിന്ന് താഴോട്ടല്ല സ്റ്റാഗർ ചെയ്യേണ്ടത്. എനിക്കിവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റാഗർ ചെയ്യേണ്ടത്. ആൻഡ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലെയേഴ്സ് സെലക്ട് ചെയ്യുമ്പം താഴെ നിന്ന് മുകളിലേക്ക് സെലക്ട് ചെയ്യുക. കുറച്ച് മുമ്പ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് സെലക്ട് ചെയ്തത്. സോ അതാണ് മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റാഗർ ആയത്. എനിക്ക് താഴെ നിന്ന് മുകളിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാഗർ ചെയ്യാൻ വേണ്ടി പറ്റും.
സോ ഫസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്യുവാണ്. ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മുകളിലത്തെ സെലക്ട് ചെയ്യാം. ഇനി റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റന്റ്, ദെൻ ഗോ ടു സീക്വൻസ് ലെയേഴ്സ്, ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാഗർ ആയിട്ടുണ്ട്. നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ആനിമേഷൻ. സോ ഇങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ലെയേഴ്സ് സ്റ്റാഗർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ വീഡിയോയുടെ ബാക്കി കാണാൻ വേണ്ടി പാർട്ട് 2 വീഡിയോ കണ്ടാൽ മതി. റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഇതുപോലെ നമുക്ക് പ്രീമിയറിലും കുറേ എഡിറ്റിംഗ് ഹാക്സ് ഉണ്ട്. അതറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.